أبجد أبجد حوز حوز حطي حطي كلما كلما ഇതൊരു കോഡാണ് അല്ലേ? അബിജദ് പറഞ്ഞൊരു കോഡ്, ഹവ്വസ് ഹത്തി കലമൻ. നമ്മളെ വീട്ടിലൊക്കെ എല്ലാവർക്കും നമ്പറില്ലേ? എല്ലാവർക്കും നമ്പറുള്ള കാലത്തപ്പോ വീടിന് നമ്പറുണ്ട്, വാഹനത്തിന് നമ്പറുണ്ട്, ഉമ്മാക്ക് നമ്പറുണ്ട്, ഉപ്പാക്ക് നമ്പറുണ്ട്, വലിയ കാക്കാക്ക് നമ്പറുണ്ട്, വലിയ താത്താക്ക് നമ്പറുണ്ട്, ഉസ്താദിന് നമ്പറുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച അക്ഷരത്തിന് നമ്പറുണ്ട്. ഓരോ അക്ഷരങ്ങൾക്കും നമ്പർ കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അലിഫ് ബാ ജീം ദാൽ. ഓരോ നമ്പർ നോക്കി നിങ്ങള്. അലിഫിന്റെ നമ്പർ ആരാ? 1. അലിഫിന്റെ നമ്പർ എത്രയാണ്? 1. ബായിന്റെ നമ്പറോ? 2. ജീമിന്റെ നമ്പറോ? 3. ദാൽ നമ്പറോ? 4. അതിന്റെ ഒറ്റ വാക്കാണ് അബ്ജദ്. 1 2 3 4. 1 മുതൽ 4 വരെ എണ്ണാൻ അബ്ജദ്. അതില് 1 2 3 4 4 നമ്പറുള്ള അക്ഷരം നമുക്ക് അബ്ജദ് എന്നുള്ള വേർഡിൽ കാണാം. ഇനി നോക്കി, ഹവ്വസ് എന്നതിൽ നമ്മൾ നോക്കി, ഹാ വാവ് സായ്. അതിന്റെ നമ്പർ നോക്കി. ഹാന്റെ നമ്പർ എത്രയാണ്? 5. വാവിന്റെ നമ്പറോ? 6. 6. സായിന്റെ നമ്പറോ? 7. നോക്കി, 2ഉം 6ഉം മാറരുത് കേട്ടോ. 2 എഴുതുമ്പോ ഇങ്ങനെയാണ്, 6 എഴുതുമ്പോ ഇവിടുന്ന് അങ്ങോട്ടാണ്. ഓക്കെ, 2 മാറില്ലല്ലോ. അപ്പോ ഹ 5, വാവ് 6, സായ് 7. അപ്പൊ ഹവ്വസ് എന്ന് കാണുമ്പോ നമുക്ക് എണ്ണാൻ വയ്ക്കണം 5 6 7. അതിന് നമ്മൾ അങ്ങനെ കൊടുക്കാം. ഇനി നോക്കി, അതിലുള്ള അക്ഷരങ്ങൾ നോക്കി. ഹ തോ യാ. ഹായ് നമ്പർ എത്രയാണ്? ഹായ് നമ്പർ എത്ര? 8. തോയ് നമ്പറോ? 9. യായ് നമ്പറോ? 10. അപ്പോൾ എല്ലാ അക്ഷരങ്ങൾക്കും നമ്പർ ഉണ്ടല്ലേ? നന്ദി. 11 ഇല്ല. 10 കഴിഞ്ഞാൽ നേരെ നമ്മൾ ചാടുന്ന നോക്കി. ഇതെന്ന് പറഞ്ഞാല് കലമൻ. കലമൻ. കലമൻ എന്നതിൽ എത്ര അക്ഷരം ഉണ്ട് അറിയോ? കാഫ് ലാം മീം നൂൻ. കാഫിന്റെ നമ്പർ എത്ര നോക്കി? 20. 20. ലാമിന്റെ നമ്പറോ? 30. 30. മീമിന്റെ നമ്പറോ? 40. 40. നൂനിന്റെ നമ്പറോ? 50. 50. അപ്പോ 10 കഴിഞ്ഞാൽ നേരെ പോണത് 20, 30, 40, 50. അപ്പൊ കലമൻ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഉണ്ടാവും? 20, 30, 40, 50. അപ്പൊ ഈ വാക്കുകൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എണ്ണം ഇങ്ങനെ ഓർമ്മ വരണം. അബ്ജദ് അതിൽ 1 2 3 4. ഹവ്വസ് 5 6 7. ഹുത്തി 8 9 10. കലമൻ 20, 30, 40, 50. അങ്ങനെ ഈ വീടായിട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ ഓരോ അക്ഷരങ്ങളുടെയും നമ്പർ നമുക്ക് ഓർത്തെടുക്കാൻ നല്ലതാണ്. നമ്മൾ ഓരോന്നിനും നമ്പർ ഉണ്ട് നമ്മൾ പറഞ്ഞു. എല്ലാത്തിനും നമ്പറുള്ള കാലത്താണ്. അക്ഷരത്തിന് നമ്മൾ നമ്പർ ഉയർത്തി പഠിച്ചാൽ നമുക്ക് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അലിഫ് എന്ന് കാണുമ്പോൾ തന്നെ നമ്പർ ഓർമ്മ വരണം. അതിനിങ്ങനെ ഈ വേർഡുകൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. അബ്ജദ് ആ 1, ബാ 2, ജീം 3,
ദാൽ 4. ഇങ്ങനെ ഓർത്തെടുക്കാൻ നമുക്ക് ഈ വേർഡുകൾ ഉപകാരപ്പെടും. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു കേട്ടോ. അബ്ജദ്, ഹവ്വസ്, ഹത്തി, കലമൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി രണ്ടാമത്തെ ഭാഗത്ത് കുറച്ച് വാക്കുകളുണ്ട്, നോക്കി. സഅഫസ്, സഅഫസ്, ഖറശത്, ഖറശത്, ഫഖിദ്, സല്ലാജത്ത് മഠത്തിലെ ഫഖിദ്, ലദ്ഗ്, ലദ്ഗ്. അപ്പൊ നമ്മൾ അവിടെ അബ്ജദിനും ഹവ്വസിനും ഹത്തിക്കും കലമിനും നമ്പർ കൊടുത്ത പോലെ ഇവിടെ ഉണ്ട് നമ്പർ. ഇവിടെ കുറച്ച് വലിയ വലിയ നമ്പറാ. നോക്കിങ്ങളെ, സീൻ 60, ഐൻ 70, ഫാ 80, സ്വാദ് 90. ഇനി ഖറശത്ത് കയറുമ്പോഴേക്ക് ഖാഫ് 100, റാ 200, ഷീൻ 300, കാൽ 400. അറബിയിൽ എഴുതുന്നതും കണ്ടു കേട്ടാ. ഇനി സഹിദിലേക്ക് വരുമ്പോഴേക്ക് ഫാൽ 500, ഹാൽ 600, ദാൽ 700. ഇനി ലദ്ഗക്ക് വരുമ്പോഴോ ലാദ് 800, ലാദ് 800, ലാൽ 900, ഐൻ എത്രയാണ്? 1000, 1000. അപ്പോ എല്ലാ അക്ഷരങ്ങൾക്കും നമ്പറായില്ലേ? അപ്പൊ നമ്മൾ ഈ നമ്പർ ഇങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. ഇറങ്ങാറായിക്കാണ്ട് പഠിച്ചൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾക്ക് 1ാം ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്ക് നമ്പർ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലേ? നമ്മളെ വാഹനത്തിനും നമ്മളെ വീടിനും നമ്മളെ മരത്തും പാനത്തും ഒക്കെ നമ്പർ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പഠിച്ച അക്ഷരത്തിന് ഓരോ നമ്പർ കൊടുക്കുക. ആ നമ്പറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇങ്ങനെ ഈ വേർഡുകൾ പഠിച്ചു വെച്ചാൽ സുഖമായിട്ട് നമുക്ക് നോക്കിപ്പോ സഅഫസ് എത്ര മുതൽ 60 മുതൽ 90 വരെ നോക്കി. 60, 70, 80, 90. ഖറശത്ത് 100 മുതൽ 400 വരെ. 100, 200, 300, 400. സഹിദ് എത്ര മുതൽ? 500 മുതൽ 700 വരെ. 500, 600, 700. ലദ്ഗ് എത്ര മുതലാ? 800 മുതൽ 1000 വരെ. 800, 900, 1000. ഇങ്ങനെ അക്ഷരങ്ങൾ നമ്മൾ ഓർത്തു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കണക്ക് ഓർത്തെടുക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് 2 പട്ടികയും എന്ത് ചെയ്യുക? നമ്പർ നോക്കി മനസ്സിലാക്കട്ട. ഇൻഷാ അല്ലാഹ് ഈ വേർഡുകൾ വായിക്കാൻ കിട്ടണട്ടോ. പരീക്ഷക്ക് വേർഡുകൾ ഉണ്ടാവും. അപ്പുറത്ത് നമ്മൾ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു നോക്കി. അബ്ജദ്, ഹവ്വസ്, ഹത്തി, കലമൻ. ഇവിടെ നോക്കി. സഅഫസ്, ഖറശത്, സഖിദ്, ലദ്ഗ്.